വൈറ്റ് ലവേഴ്സ് ഒത്തിരി ഉള്ളതുകൊണ്ടും ഇനിയുള്ള സീസണൊക്കെ നമ്മുടെ ബാപ്റ്റിസം പോലുള്ള ഒത്തിരി ഫംഗ്ഷൻസ് വരുന്ന സമയമായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള കുറച്ച് കുർത്തീസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് വി ത്രെഡ് എംബ്രോയിഡറി അതിന്റെ യോക്ക് പോർഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ യോക്ക് പോർഷനിൽ മാത്രമേ ലൈനിങ് വരുന്നുള്ളൂ, താഴേക്ക് ലൈനിങ് ഇല്ല, ബിക്കോസ് അത്രയും കട്ടിയുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവിൽ കണ്ടോ ഇൻഡിഗോ ബ്ലൂ കളറിൽ ഒരു പാച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ത്രെഡ് വർക്ക് ഉണ്ട്, ഇവിടെ ക്രോഷോ ലേസും ഉണ്ട്. യോക്ക് പോർഷനിൽ ഇതുപോലെ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു 8 പാനൽ, ബാക്കിലാണെങ്കിലും 8 പാനലിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ്. ഇതിന്റെ എൻഡിലേക്ക് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് കേട്ടോ. ഇനി ഇതിന്റെ എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഇൻഡിഗോ ബ്ലൂവിന്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതുപോലെ ഇരിക്കും അതിന്റെ ഫുൾ വ്യൂ. ഞാൻ ഇട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ കോട്ടന്റെ ഒരു ഷോൾ ആണ് വരുന്നത്. ഇതാണ് ഇനി കോസ്റ്റ് ഫസ്റ്റ് വാഷ് നിങ്ങൾ ഡ്രൈ വാഷ് തന്നെ ചെയ്തിരിക്കണം. ഇതൊന്നും വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് പിന്നെ അവസാനം കളർ പോയാൽ നമ്മളെ കുറ്റം പറയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കൂടിയ കുർത്തിയാണെങ്കിലും കുറഞ്ഞ കുർത്തിയാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ കുർത്തി എപ്പോഴും ലോങ് ലാസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫുൾ വ്യൂ. പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ.